ജീവനക്കാർ പോകണ്ട ഇവിടെ. ജീവനക്കാർ പോയാൽ അവർക്ക് അക്രമം ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടണ്ടേ? പക്ഷേ ഈ വൈദ്യുതി വിച്ഛേദിക്കുന്നതിന് പകരം കേസെടുക്കുകയും മറ്റു നടപടികളും നിയമ നടപടികളും ഒക്കെ സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. അവിടെ പോയാൽ അക്രമം ഉണ്ടാകുന്നുള്ളതിൻ്റെ ഉറപ്പ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടില്ല. പോലീസ് ഒരു ഉറപ്പ് തട്ടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് കിട്ടണം, ഇനി ഒരു അക്രമമില്ല, സംരക്ഷണം കിട്ടും ജീവനക്കാർക്ക് എന്നുള്ളൊരു തോന്നലുണ്ട്. അല്ലെങ്കിൽ ഏത് ജീവനക്കാർ പോകും? നിങ്ങളാണെങ്കിൽ പോവോ, ഞാനാണെങ്കിൽ പോവോ? അവർക്ക് ഇനി അക്രമം ഉണ്ടാകുന്നുള്ളതിനെ കുറിച്ച് എന്താ ഉറപ്പ്? വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. ഈ തിരുവമ്പാടിയിലെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ വലിയൊരു പ്രതിഷേധമാണ് ഇതിൽ ഇപ്പോൾ പുറത്തുനിന്നെല്ലാം വരുന്നത്. അതിലെന്താണ് ഒരു പ്രതികരണം? ഇല്ല, ഇതിൽ അദ്ദേഹത്തിന് ബില്ലടയ്ക്കാതെ കട്ട് ചെയ്തു. ബില്ലടച്ചപ്പോൾ കൊണ്ട് കണക്ഷൻ കൊടുത്തു. കണക്ഷൻ കൊടുത്താൽ പിന്നെന്താ പ്രശ്നമുള്ളത്? പിന്നെന്തിനാ ഓഫീസിൽ കയറി ഈ അടിയും തല്ലും ഉണ്ടാക്കി മറ്റേ സാധനങ്ങളെയൊക്കെ വലിച്ച് നശിപ്പിച്ചൊരു 3-3.5 ലക്ഷം ഉറുപ്പിയുടെ സാധനങ്ങൾ പോയി. അതുമല്ല, കണക്ഷൻ കൊടുത്ത ശേഷം പിന്നെ തല്ലുന്നത് ശരിയല്ലല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയാത്തത്? ഇതുകൊണ്ട് ഇത് നടക്കണ്ടേ? ഇവിടെ ജീവനക്കാർ പാവങ്ങളെ ഈ രാത്രി ലൈൻ ഇല്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറയുമ്പോൾ അവർ രാത്രി കയറി അതിൽ ഫോൺ ചെയ്തതിൽ ഇതൊക്കെ ശരിയാക്കണം. എത്ര ആളാണ് മരിച്ചുപോയത്? ആ ജീവനക്കാരൻ്റെ മുറയിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമല്ലേ ചെയ്തത്? പക്ഷെ അവിടെ ഈ പ്രതിയുടെ പേരിലല്ല ഈ വൈദ്യുതി കണക്ഷൻ ഉള്ളത്. ആ പിതാവും പ്രതിക്ക് വേണ്ടിയിട്ടാണ് മക്കളും ആളുകളും പോയത്. ഇനി ഒരു ആക്രമിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടണ്ടേ? ഇനിയിപ്പോൾ നാളെ ഇതേപോലെ സംഭവം ഇയാൾ അവിടെ കണക്ഷൻ കൊടുക്കാൻ പോയി, ഇയാൾ ആക്രമിക്കില്ല എന്നുള്ളതൊന്നും ഉറപ്പെന്താ? അതാരെങ്കിലും ഉറപ്പ് തരണ്ടേ? ഒന്നില്ലയോ പോലീസോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളോ ആരെങ്കിലും ഉറപ്പ് തരണ്ടേ? അത് തരുന്നില്ല. അപ്പം ഞാൻ ഒരു ചാനലിൽ ചോദിച്ചപ്പോൾ അമ്മ എന്താ പറയണത്? അത് അവരുടെ കാര്യമല്ലേ എന്നാ പറയണം. ഈ ജീവനക്കാർ ഇത് ഈ ത്യാഗം സഹിക്കാൻ വേണ്ടി പോവുമോ? പക്ഷെ അതേസമയം ഈ പ്രായമായ പിതാവും ഉമ്മയും ഒക്കെ അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അത് മനസ്സിലാക്കേണ്ടത് അച്ഛനും മക്കൾക്കില്ലാത്ത ഒരു മറ്റുള്ളവർക്ക് വരില്ലല്ലോ. ഈ ജീവനക്കാർ പോകണ്ട ഇവിടെ. ജീവനക്കാർ പോയാൽ അവർക്ക് അക്രമം ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടണ്ടേ? പക്ഷേ ഈ വൈദ്യുതി വിച്ഛേദിക്കുന്നതിന് പകരം കേസെടുക്കുകയും മറ്റു നടപടികളും നിയമ നടപടികളും ഒക്കെ സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. അവിടെ പോയാൽ അക്രമം ഉണ്ടാകുന്നുള്ളതിൻ്റെ ഉറപ്പ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടില്ല. പോലീസ് ഒരു ഉറപ്പ് തട്ടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് കിട്ടണം, ഇനി ഒരു അക്രമമില്ല, സംരക്ഷണം കിട്ടും ജീവനക്കാർക്ക് എന്നുള്ളൊരു തോന്നലുണ്ട്. അല്ലെങ്കിൽ ഏത് ജീവനക്കാർ പോകും? നിങ്ങളാണെങ്കിൽ പോവോ, ഞാനാണെങ്കിൽ പോവോ? അവർക്ക് ഇനി അക്രമം ഉണ്ടാകുന്നുള്ളതിനെ കുറിച്ച് എന്താ ഉറപ്പ്? പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടാവുന്നത്. ഒരു യു പി മോഡലില്ല. ഇത് ചെയ്തില്ലെങ്കിൽ നാളെ കറണ്ട് പോയാൽ എല്ലാവരെയും ആക്രമിക്കാനുള്ളൊരു പ്രവണത വരില്ലേ? അത് വരാതെ കഴിക്കണ്ടേ? അവർക്കൊരു സംരക്ഷണം കൊടുക്കുന്ന അവരും മനുഷ്യരല്ലേ. എത്ര ആളോ, 16 ആളോ 17 ആളോ ജീവനക്കാരെന്നെ മരിച്ചു ഈ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കാൻ പോയതിൻ്റെ പേരിൽ. അപ്പോൾ അവരുടെയും ജീവനും അവരും മനുഷ്യരാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വേണ്ടേ? ഇപ്പോഴും ഇവർ ഇനിയൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടോ ചോദിച്ചപ്പോൾ അതിന് പറയാൻ പറ്റില്ല എന്നല്ലേ പറയുന്നത്. പ്രതി ചേർത്തിരിക്കുന്ന അജ്മലിന്റെ ഫോൺ വരെ ഈ വൈദ്യുതി വിഭാഗം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അറിയുന്നുണ്ടോ മിനിസ്റ്റർ ഈ ഒരു വിഷയത്തിൽ? പോലീസ് അതെല്ലാം അന്വേഷിക്കുന്നുണ്ടല്ലോ. അത് ജീവനക്കാരാണെങ്കിൽ അത് ആലോചിക്കട്ടെ. ആരാണ് കുറ്റക്കാരെന്ന് നോക്കണ്ടേ? അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പോലീസിലൊക്കെ പറയേണ്ട സംഭവം അല്ലെങ്കിൽ നിയമപരമായി നേരിടേണ്ട ഒരു സംഭവത്തെ ഇത്തരത്തിൽ നേരിടുന്നത് ശരിക്കും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു കാര്യമല്ലേ? അതാണ് സംഭവിച്ചു. ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കാൻ ജീവനക്കാർ പോകണ്ടേ? അവരുടെ ജീവന അപകടത്തിലാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു ഭാഗം കൂടി നമ്മൾ കാണണ്ടേ? അവരും ഈ ജീവനെ പണയം വെച്ചിട്ടാണല്ലോ ഈ പോസ്റ്റിൽ കയറുന്നതൊക്കെ. അപ്പോൾ അവർ പോകുമ്പോൾ അവർക്കൊരു സംരക്ഷണവും കിട്ടില്ല എന്ന് തോന്നലോ അവർ പോകുമോ? അവർ നമുക്ക് പോകാൻ പറയാൻ അവർ ചോദിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കണക്ഷൻ കൊടുക്കാൻ പോയാൽ ഞങ്ങളെ ആക്രമിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് തരുമോ ചോദിച്ചാണ് നമ്മുടെ അടുത്ത്. നമുക്ക് എന്തൊക്കെ ഉറപ്പ് കൊടുക്കാൻ പറ്റുക? ഇവരുടെ ഒരു പഴയ ചരിത്രം വെച്ചാലും കുറേ പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. അതുകൊണ്ടാണ് പറയുന്നത്. അവർ ഉറപ്പ് തന്നാൽ തീർച്ചയായിട്ടും കണക്ഷൻ കൊടുക്കുക. അവരാരും ഉറപ്പ് തരാനില്ല. ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛനമ്മനെ കൊണ്ട് ചോദിച്ചാൽ അതൊരു ഉറപ്പ് തരുമോ നിങ്ങൾക്ക് ഇനി ചെയ്യില്ല എന്നുള്ളത്? അവർക്ക് അത് ഞങ്ങളല്ല എന്ന് പറയുകയാണ്. ഈ കുടുംബം പറയുന്ന ഒരു കാര്യം, അത്തരത്തിൽ ജീവനെടുക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ അച്ഛനോടും അമ്മയോടും മോശമായിട്ട് പെരുമാറി ജീവനക്കാർ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായത്. തല്ലുന്നത് ശരിയാണോ? നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളൊരു ന്യൂസ് കൊടുത്തു, അതിന് നിങ്ങളുടെ ഓഫീസിൽ കയറി തല്ലിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം നിങ്ങളെങ്ങനെ പ്രതികരിക്കും? നിങ്ങളൊരു വാർത്ത ഇപ്പം എനിക്കെതിരായിട്ട് നിങ്ങൾ കൊടുത്തു, ഞാൻ എൻ്റെ ആളുകൾ വന്ന് നിങ്ങളെ തല്ലിയാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അവർ പറയുന്നില്ലേ, അനുഭവങ്ങളും പോലീസ് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ പിക്ചറൊക്കെ ഉണ്ടല്ലോ, അവിടെ വീഡിയോയിലൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ തെളിവല്ലേ?
പക്ഷേ പ്രായമായ ആളുകൾ ഈ രാത്രി മുഴുവൻ ഒരു കറണ്ട് ഇല്ലാതെ ഇരിക്കേണ്ടി ഞാൻ വരികയാണ്. സമ്മതിച്ചു. അതൊക്കെ ശരി. കണക്ഷൻ കൊടുക്കാൻ പോയാൽ തല്ലില്ല എന്നുള്ള ഒരു ഉറപ്പ് വേണ്ടേ? ഇതുപോലെ എന്തെങ്കിലും ഇതുണ്ടായ മരണം വന്നാൽ എന്ത് ചെയ്യും? അതൊരു ഉറപ്പ് ആരെങ്കിലും കൊടുക്കണ്ടേ? പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കണോ, അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഉറപ്പ് കൊടുക്കണ്ടേ? ആരും ഉറപ്പ് കൊടുക്കാനില്ല ഇവരെ പേടിച്ചിട്ട്. അതൊരു ഉറപ്പ് വേണ്ട. മക്കൾ എന്നെ വന്നിട്ട് ഉറപ്പ് കൊടുക്കണ്ടേ? മക്കൾ അവിടെ കിടക്കുന്ന മക്കൾ പോലും അതിന് ഉറപ്പതില്ല. ഇനിയും ഇറങ്ങി വന്നാൽ എന്ത് ചെയ്യും? ഈ വിഷയത്തിൽ ഇനി എന്താണ് തുടർന്നുള്ള ഒരു നടപടികൾ തീരുമാനിക്കുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് ഇനി ഒരു അക്രമം നടക്കില്ല എന്നുള്ളൊരു ഉറപ്പ് തന്നാൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പോകും. തീർച്ചയായും ജിൽസി, അങ്ങനെയാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രിയും പറയുന്നത്. അതായത് ഇവരുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഒരു പരിഹാരം ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് വൈദ്യുതി മന്ത്രിയുടെയും ഭാഗത്തു നിന്നും പറയുന്നത്.